അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരാൾ ടോയ്ലറ്റ് ഉദ്ദേശിച്ചെങ്കിൽ അയാൾ എന്തെല്ലാം മര്യാദകൾ പാലിക്കണം, എന്തെല്ലാം ആദാബുകൾ പാലിക്കണം ചൊല്ല് വിഷയത്തിലായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ ചർച്ചയാക്കിയത്. അതിൽ ഒന്ന് ചെന്ന് ബഹുമാനിക്കപ്പെട്ട എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ അത് ടോയ്ലറ്റ് ഉൾക്കെ കൊണ്ടുപോകൂ തീരാ. എന്തെങ്കിലും ഖുർആൻ്റെ ആയത്തുകമോ അല്ലെങ്കിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാ അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെട്ട ആരെങ്കിലും ഔലിയാക്കന്മാരെ മഹാന്മാരുടെ പേരിൽ എന്നിട്ടായെങ്കിൽ അതെല്ലാം എന്താക്കുന്നുണ്ടെങ്കിൽ പർത്ത് വെച്ച് പോകണം. ഇനി ഇങ്ങനെ പർത്ത് വെക്കൽ കൊണ്ട് ആരെങ്കിലും അത് എടുത്തു പോവാറ് കട്ടുപോകൂ ചൊല്ലി പേടിന്നെങ്കിൽ അതെന്താക്കാൻ കൊണ്ടുപോകാൻ തന്നിട്ടില്ല. അതേപോലെ അഖ്ദു അഹ്ജാരിൽ ഇസ്തിൻജായി ഈദാദു മാഇഹി. നിങ്ങൾ ഡയറക്റ്റ് പോകുമ്പോൾ ഫസ്റ്റ് പോയിട്ട് ചെയ്യേണ്ടത് അവിടെ തന്നി ഉണ്ടായിട്ട് ഫസ്റ്റ് നോക്കിയാല. ടാപ്പിൽ തന്നി പൈപ്പ് വന്ന് തന്നി ബണ്ടായില്ലേ നോക്കാം, തിരിച്ചും നോക്കാം. പലപ്പോഴും പല ആൾമാരും ടോയ്ലറ്റെല്ലാം ആക്കിയാൽ പിന്നെ വിസർജനം ആക്കിയാൽ പിന്നെ നല്ല ടാപ്പ് തിരിച്ച് നോക്കുമ്പോൾ തന്നിക്കില്ല. അത് വലിയ പച്ചിത്തിയാവും. പിന്നെ ആരാറെ വിളിച്ചിട്ട് ഹെൽപ്പ് കേൾക്കുന്ന അവസ്ഥ ഉണ്ടാവും. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടും. പിന്നെ ഫസ്റ്റിക്ക് പോയിട്ട് തന്നി റെഡിയാക്കണം. തന്നി ഉണ്ടായില്ലെന്ന് തിരിച്ചിട്ട് നോക്കണം. അതിൽ പിന്നെ മൂത്രവിത്ത് വീത്താം. അത് സുന്നത്തുമായിട്ടിക്കിടും, അത് നമുക്ക് ആവശ്യവുമായിട്ടിക്കിടും. ടോയ്ലറ്റ് പോകുമ്പോൾ ഇടത്തെ കാല് വെച്ചിട്ട് ഉള്ളിൽ പോകണം. പുറത്ത് വലത്തെ കാല് വെച്ചിട്ട് പുറത്ത് പറഞ്ഞു. പിന്നെ ഔത്തര ഭർത്തിയിലേമോ അതേപോലെ ഇടത്ത കാലം വെച്ചിട്ട് പുറത്ത് പോകണം. വലത്തെ കാലം വെച്ചിട്ട് ഉൾഗ പറഞ്ഞു. ടോയ്ലറ്റിൽ നേരെ ഓപ്പോസിറ്റായിട്ട്. അപ്പോൾ അവിടെ ടോയ്ലറ്റ് ഉൾഗ പോകുമ്പോൾ ചിലരുടെ ഒരു ദിക്റായിട്ട് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ്. ഖുബൂസ് ഖബായിസ് ചെന്നെന്തരെ അത് പെണ്ണ് ഷെയ്ത്താനും ആണ് ഷെയ്ത്താനും പെണ്ണ് ഷെയ്ത്താൻ്റെ തൊട്ട് അള്ളാഹുവിനിട്ടാണ് കാവൽ കേൾക്കലാണ്ട്. ഈ ഒരു ദിക്ർ ചെറിയ ദിക്റായിട്ട് പല ആൾമാരും അത് ചെല്ലില്ല, ചിലപ്പോൾ പഠിച്ചിരിക്കില്ല. ഇത് നമുക്ക് പഠിക്കാൻ അത്യാവശ്യമായിട്ട്. കാരണം പ്രതി ഹന്തത്തിലും ഞങ്ങൾ ഷെയ്ത്താൻ്റെ ഔത്തുകയായിട്ട് പോകണ്ടേ. ഷെയ്ത്താണ് ഞങ്ങളെ വലിയ ശത്രുവായിട്ട്. അപ്പോൾ അവൻ്റെ ഔത്തുക പോകുമ്പോൾ നമുക്ക് രക്ഷ അള്ളാഹുനെ കൊണ്ട് മാത്രമായിട്ട്. അപ്പോൾ അള്ളാഹുരൊട്ട ഞങ്ങൾ എന്താക്കണം, അള്ളാഹുരൊട്ട ഞങ്ങൾ രക്ഷ കേൾക്കണം, പഠിച്ചവനെ കാവൽ കേൾക്കണം. റബ്ബെ പെണ്ണ് ഷെയ്ത്താൻ്റെ തൊട്ടും മാണ് ഷെയ്ത്താൻ്റെ തൊട്ടും നേടുന്ന കാവൽ കേൾക്കലായിട്ട്. അപ്പോൾ ആ ഒരു ദിക്ർ ചെറിയ ദിക്ർ എല്ലാവരും പഠിച്ചിട്ട് വേണം. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ്. ഈ ദിക്ർ ടോയ്ലറ്റ് ഉൾക പോയിട്ട് ചെല്ലതല്ല. ടോയ്ലറ്റ് പുറത്ത് നിന്നിട്ട് ചെന്നിട്ട് പിന്നെ ഉൾക പോകണം. നേരത്തെ ചെന്ന പോലെ തല മറിച്ചുള്ളൂ, കാലുകൾ ചെറുപ്പിട്ടുള്ളൂ. ഇങ്ങനെല്ലാം ഞങ്ങൾ എന്താക്കുക പൂർണ്ണമായിട്ട് പ്രൊട്ടക്ഷനോട് കൂടെ ഞങ്ങളെ ശത്രുരാവത്ത് നമ്മൾ പോകണോട്ട്. അതുപോലെ അല്ലാ യർഫ സൗബഹു ഹത്താ യദ്നുവ മിനൽ അർളി. അവിടെ എത്രത്തോളം ഞങ്ങളെ വസ്ത്രത്തെ ഞങ്ങൾ ഉയർത്തോ തീരാണ്ട്. പിന്നെ വസ്ത്രത്തെ ഉയർത്തോ തീരാൻ ചില കാരണമുണ്ട്. ചില ആൾമാർ ടോയ്ലറ്റ് പോകേണ്ട മുന്നലേ പിന്നെ പള്ളിയുടെ ഗേട്ടഞ്ഞ് പറമ്പേ വസ്ത്രമെല്ലാം ഉയർത്തിയിട്ട് വലിച്ച് കച്ച കെട്ടിയിട്ട് ടോയ്ലറ്റിൽ പോകേണ്ടത്. അപ്പോൾ അതിനിടയ്ക്ക് എല്ലാവർക്കും ഔറത്ത് കാട്ടിയിട്ട് മുട്ട മേൽ ആർക്കും ഞങ്ങൾ ഔറത്ത് കാട്ട തീരല്ലേ, ഔറത്ത് കാട്ടൽ ഹറാമായിട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ പോയാൽ പിന്നെമേ വസ്ത്രം വയത്തണം, അല്ലാണ്ട് അതിന് മുന്നൊരു വസ്ത്രം വയത്തിയിട്ട് മനുഷ്യന്മാർക്ക് ഞങ്ങൾ എന്താക്കി തീരുന്നാൽ ഔറത്തിൽ കാണിക്കോ തീരാ. അതുപോലെ തിരിച്ച് വരുമ്പോൾ അതേപോലെ ഞങ്ങൾ അവിടെ ടോയ്ലറ്റ് ഉൾഗമേ എന്താക്കണം വസ്ത്രത്തെ കീലിച്ചിട്ട് പറഞ്ഞു. പല ആൾമാരും ടോയ്ലറ്റ് പോയിട്ട് വന്നിട്ടും എത്രമാ ടൈമും വസ്ത്രം കീലിരിക്കില്ല, കച്ച കെട്ടിയിട്ടേക്കില്ല. കച്ച കെട്ടാൽ ഹറാമല്ലേ. അല്ല കച്ച കെട്ടിയിട്ടായെങ്കിൽ മുട്ടിന് മേലെ നമുക്ക് ഔറത്ത് മനുഷ്യന്മാർ കാട്ടി വരാവില്ലേ. അപ്പോൾ അതെല്ലാം പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഉണ്ടാവിടെ ഹറാമായ കാര്യത്തിൽ നിങ്ങൾ എത്ര എന്താക്കണം ജാഗ്രത ആക്കണം. അതുപോലെ പിന്നെ അല്ലാ യഖ്ലിയ ഹാജത്തഹു ഖായിമൻ ബിലാ ഉദ്രിൻ.
ഞങ്ങൾ എന്താക്കോ തീരാ ആവശ്യമില്ലാണ്ട് നിന്നിട്ട് മൂത്ര വിത്തുകയോ തീരാ. നിന്നിട്ട് മൂത്ര വിത്താൽ കറാത്തായിട്ട് നിന്നിട്ട് മൂത്ര വിത്തുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചില പാലക്കാർക്ക് നിന്നിട്ട് മൂത്ര വിത്തേണ്ട കൊന്നില്ല. അങ്ങനത്തെ പാലക്കാർക്ക് ചിലപ്പോൾ നിന്നിട്ട് മൂത്ര വിത്ത് നിർബന്ധമായിരിക്കും. കാരണം എന്തെങ്കിലും നിന്നിട്ട് മൂത്ര വിത്ത് നിന്നിട്ട് അങ്ങനെ പാൻറ്റ് ഇട്ടത് കൊണ്ടു അങ്ങക്ക് വെച്ചിട്ട് മൂത്ര വിത്തോ സാധ്യമാവില്ല. പിന്നെ എന്താക്കണത് നിന്നിട്ട് മൂത്ര വിത്താണ്. നിന്നിട്ട് മൂത്ര വിത്തുമ്പോൾ ആ മൂത്രത്തെ സന്ധ്യയെല്ലാം മൂത്രെല്ലാം പാൻറ്റിക്ക് പാറും. അപ്പോൾ പാൻറ്റ് നയസായിട്ട് അതിലേ വന്നിട്ട് പല്ലിൽ വെച്ചിട്ട് നിസ്കരിക്കാറ്. അവിടെ പാൻറ്റ് നയസെല്ലാം പല്ലി കയറ്റ് മാറ്റ് കയറ്റ്. ഇത് വലിയൊരു എന്താ ദോഷമായിട്ട്. അപ്പം അത്തരത്തിലുള്ള പാലക്കാർ പാൻറ്റിട്ട പാലക്കാർ ഏറ്റവും നല്ലത് അങ്ങ് പോയിട്ട് എന്താക്കാം വായലിട്ടിട്ട് പോയിട്ട് മൂത്ര വിത്താം പാൻറ്റ് കീഴാക്കിയിട്ട്. ചില പാലക്കാരുള്ളവർ പാൻറ്റ് കീഴാക്കിയിട്ട് അവിടെ പബ്ലിക്കിലെ ടോയ്ലറ്റിലേക്ക് ഇടും. അപ്പോൾ പിറത്ത ഭാഗമെല്ലാം മനുഷ്യന്മാർ നോക്കിയിട്ട് പോകണ്ടേ ഞങ്ങൾക്കൊരു ജദ്ര പിടിച്ച പോലെ ആയിട്ട്. അപ്പോൾ ബാക്കി എന്ത് വേണേൽ കാണട്ട് ഞങ്ങൊന്ന് സുരക്ഷിതമായി കഴിച്ചിട്ട് അങ്ങനത്തെ ഒരു ഭാവനയ്ക്ക് തീരെ നമുക്ക് അത് ഹറാമായില്ലേ ഞങ്ങൾ പിറത്ത ഭാഗം അങ്ങ് നോക്കണത്. അപ്പോൾ അത് കണ്ട് വായലിട്ടിട്ട് പാൻറ്റ് കീഴാക്കിയിട്ട് മൂത്ര വിത്ര ഏറ്റവും സുരക്ഷിതമായ ഒരു കാര്യമായിട്ട്. അതല്ലെങ്കിൽ പിന്നെ ചില പക്കത്തെല്ലാം പിന്നെ മൂത്രവിത്തവും നിന്നിട്ട് മൂത്രവിത്ര ഒരു വ്യവസ്ഥ ഉണ്ടല്ലേ, അതിലെങ്കിൽ മൂത്രവിത്തെങ്കിലും തൊന്തരമില്ല. എങ്കിലും അവിടെ നിന്നിട്ട് മൂത്രവിത്തുമ്പോൾ നാളെ മൂത്രമെല്ലാം ഇഞ്ഞി പോകണ്ടു ചൊല്ലൊരു ഗ്യാരണ്ടി ഇല്ല. വെച്ചിട്ട് മൂത്രവിത്തെങ്കിലേ എന്താ പറയുക മൂത്രം ഇഞ്ഞി പോകണ്ടു. കാരണം ഒരു പൈപ്പിലും ഒരു ടാപ്പിലും അതിലെ പിന്നെ ഞങ്ങൾ തന്നി എടുത്തിട്ട് അത് ബന്ധാക്കിയെങ്കിൽ പിന്നെയും അവിടെ 2-3 ഡോട്ട് തന്നിങ്ങ ഇത്ര ഇത് കാണും. ഇതുപോലെ ഞങ്ങൾ മൂത്രമെല്ലാം ബീറ്റിൽ പിന്നെയും എന്താവും ചിലപ്പോൾ ഒരു ജണ്ട് തൊട്ട് തന്നി മൂത്ര പണ്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിന്നിട്ട് മൂത്ര വിത്തിട്ടുണ്ടെങ്കിൽ പിന്നെ മൂത്ര ഇഞ്ഞി പോകണ്ടില്ല ചിലർ സംശയമുള്ളത് കൊണ്ടു കറക്റ്റ് തെച്ചിട്ട് മൂത്ര വിത്തല്ല ഹൈർ. തെച്ചിട്ട് മൂത്ര വിത്തിട്ടുണ്ടെങ്കിൽ ഒന്നാം മുണ്ട് എടുത്തിട്ടിക്കണം. അല്ലെങ്കിൽ പാൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ബന്ദിൽ പോയിട്ട് എന്താക്കുക മൂത്ര വിത്തായിട്ട് ഹൈർ. ഇതെല്ലാം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളിൽ ഉണ്ടാവുന്നതായ ചില അചാതുര്യക്ക് അള്ളാഹു നമുക്ക് മാഫാക്കി തരട്ടെ. നല്ല ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കട്ടെ. നല്ല എല്ലാ കാര്യത്തും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ ബിഫൗലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.